ആലപ്പുഴ മണാലിയിൽ ഇന്ന് ഞങ്ങളുടെ ഡേ 5. മണാലി പോയി അന്നേരം ഫുള്ളും എല്ലാരും എല്ലാരും അല്ല എനിക്കല്ല ഏറ്റവും കൂടുതൽ ആലിബിനാണ്. ആലിബിനെ വിറ്റ് പൈസ ഉണ്ടാക്കാന്നറിയില്ല. എനിക്ക് കുറ്റം കിട്ടില്ല, ഫുൾ ആലിബിനാ കുറ്റം. കമന്റ് ബോക്സ് പറഞ്ഞാ കാണാം ആലിബിന്റെ പീനട്ട്. ചെയ്യാനുള്ള റീസൺ ഉണ്ടോ? മുടി ഡിംപിളും ചിരിക്കി ആദ്യം സ്കൂളിൽ പ്രണയോ ഒരുമാതിരി പച്ച മുടിയോ മറ്റേ പെയിന്റ് ഒക്കെ ആയ യൂണിഫോമോ. എടാ പിന്നുണ്ടല്ലോ യുനോ പറയ്. ഐ തിങ്ക് ഐ ലവ് യു. സെയിം സാധനം അങ്ങോട്ടുണ്ടെങ്കിലോ എന്നുവെച്ചാ എനിക്ക് തന്നെ ഇഷ്ടാണ് എന്തേ. ജസ്റ്റ് അല്ലേ ടീനേജ് അല്ലേ? കുട്ടികളൊന്നും അപ്പൊ കൊച്ചിനെ കൊച്ചാക്കി കാണുന്ന കുറെ ആൾക്കാരുണ്ട്. കൊച്ചായതുകൊണ്ടല്ലേ. അതല്ല ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എനിക്കിപ്പോ 19 വയസ്സായി, 19 ആവാനായി, എനിക്ക് 20 ആവാനായി. പക്ഷെ നമ്മളെ മുഖത്ത് കണ്ട പറയില്ല, ശരീരം കണ്ടാലും ശരീരം കണ്ടാലും. നിങ്ങൾ ഈ കമന്റ്സിനൊക്കെ ഇങ്ങനെ ഫണ്ണായിട്ടാണോ കാണുന്നത്? അത് മറ്റേ ഈ മതത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നീ ഒരു മുസ്ലിം അല്ലേ, നീ ഇങ്ങനെയൊക്കെ നടക്കാൻ പാടുണ്ടോ, നിന്റെ കല്യാണം കഴിക്കേണ്ട പ്രായമായില്ല, നിക്കാതെ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നോ? അങ്ങനൊന്നല്ല. അപ്പൊ വീഡിയോയിൽ കാണുന്ന ഉപദേശം ടോപ്പ് വരച്ചില്ല. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്നത്തെ എന്റെ ഗസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആണ്. ഇപ്പൊ റീസെന്റ് ഒരു ട്രിപ്പ് പോയി വന്നതിന് ശേഷം നമുക്കൊന്നും ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റുന്നില്ല. എല്ലായിടത്തും ഞാൻ ആലപ്പുഴ മണാലി പോയി ഗൈസ്. ഓൾറെഡി എനിക്കിപ്പോ മനസ്സിലായിട്ടുണ്ടോ ആരാണ് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള റെന ഫാത്തിമ ആൻഡ് ഹെർ സ്വീറ്റസ്റ്റ് ബോയ് ഫ്രണ്ട് ആലപ്പുഴ. ഹലോ ഹായ് ഹായ്. ഞാന് ശരിക്കും പറഞ്ഞോ നല്ല ക്യൂട്ട് ഉണ്ട് കാണാൻ വേണ്ടിട്ട്. എന്താ മണിക്കൂറോളം ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു മണാലി ട്രിപ്പ് ഒക്കെ? അടിപൊളിയായിരുന്നു ആണല്ലേ. യൂട്യൂബ് തുറന്ന ഞാൻ ആലപ്പുഴ മണാലിയിൽ ഇന്ന് ഞങ്ങളുടെ ഡേ 5, ഇൻസ്റ്റ തുറന്ന് ഇന്ന് ഞങ്ങളുടെ ഡേ 6. എന്തായിരുന്നു? ഫുൾ ട്രെൻഡിങ് ആയിരുന്നല്ലോ മണാലി പോയി വന്നേരം. ഫുൾ അതിന്റെ മുന്നേ കുറച്ച് ഇങ്ങനെ അറിയൊക്കെ ചെയ്യണു. പക്ഷെ മണാലി പോയി വന്നേരം ഫുള്ളും എല്ലാരും അല്ല എനിക്കല്ല ഏറ്റവും കൂടുതൽ ആലിബിനാണ്. ആലിബ് ഭയങ്കര ഷൈ ആണല്ലേ? കുറച്ച് എനിക്ക് തോന്നി വീഡിയോസിലാണെങ്കിലും സംസാരിക്കുന്നതും ഒന്നുമില്ല. അത് മണാലി പോയപ്പോ ചുണ്ട് പൊട്ടീനു, അതുകൊണ്ട് സംസാരിക്കാൻ. അയ്യോടാ ഫുള്ള് പൊട്ടി ചോര. ഓക്കെ, നല്ല രസമുണ്ട് നിങ്ങളെ ഒരുമിച്ച് നേരിട്ട് കാണാൻ. താങ്ക് യു. നമ്മളിപ്പം ഇൻസ്റ്റഗ്രാമില് എനിക്ക് തോന്നുന്നു യൂട്യൂബ് റീസെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലേ? യൂട്യൂബ് റീസെന്റ് എനിക്കൊരു ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോ ഒരു യൂട്യൂബർ ഉണ്ട്, സോളോ വൈനർ പറഞ്ഞിട്ട്. അറിയോ? ഇവരെ റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടു. അപ്പൊ എനിക്ക് അറിയില്ലാത്ത പ്രായമാണ്, 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വീഡിയോ കാണേണ്ടത് ആണോ? അല്ല, എന്നിട്ട് അപ്പം തന്നെ മീൻസ് സോളോ വൈനർ എന്നിട്ട് അതെടുത്ത് റിയാക്ട് ചെയ്ത്. എന്നിട്ട് എനിക്ക് ഫുൾ ഹേറ്റ്. ചെറുതാകുമ്പോ 9ാം ക്ലാസ് പഠിക്കും. എന്നിട്ട് എനിക്ക് മനസ്സിലാത്ത തെറിയൊക്കെ ഇവര് വിളിക്കുന്നതന്നെ. എല്ലാത്തിനും ലൈക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് എനിക്ക് മനസ്സിലാവുന്ന തെറികളൊക്കെ ഉണ്ട്, അത് ഞാൻ തിരിച്ചു നല്ലോണം പറഞ്ഞു കൊടുക്കും. പിന്നെ കുറെ കഴിഞ്ഞപ്പം അതൊന്ന് സൈലന്റ് ആയി. അതിന് ശേഷമാണ് ഇൻസ്റ്റഗ്രാം തുടങ്ങുന്നത്. ഒരു 1 year ബിഫോർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ, റിലേറ്റബിൾ വീഡിയോ അങ്ങനത്തെ ഒക്കെ ചെയ്യല്. അപ്പൊ അതിനൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. 20 million 25 million ഒക്കെ വ്യൂസ് അപ്പൊ ഉണ്ടായി. പക്ഷെ ഫോളോവേഴ്സ് കുറവായിരുന്നു. പിന്നെ കുറെ നേരം ഇങ്ങനെ സൂപ്പർ ഒക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ലൈക്ക് ചെയ്താലും ചെയ്യണോ? അപ്പം വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, എന്തേലൊക്കെ ഒരു ഇത് വേണ്ടേ. അപ്പൊ ഞാൻ എന്താക്കി, നമുക്കൊരു വീഡിയോ വിറ്റ് പൈസ ഉണ്ടാക്കാന്നറിയില്ല. ആലിബ് വീഡിയോയിൽ ഉണ്ടായിരുന്നു നല്ല വ്യൂസാ. അതെ അതെ, ഞാൻ ഒറ്റക്ക് ഉണ്ടാവുമ്പോ കുഴപ്പമില്ല. പക്ഷെ ആലിബുണ്ടോ? കുറ്റം പറയാനൊക്കെ ആൾക്കാർ എനിക്ക് കുറ്റം കിട്ടില്ല, ഫുൾ ആലിബിനാ കുറ്റം. കമന്റ് ബോക്സ് പറഞ്ഞാ കാണാം ആലിബിന്റെ
പീനട്ട്. ഫുള്ളാ വന്നോന്ന് ചോദിച്ചിട്ടാണ് ഇപ്പൊ comment ചെയ്യുന്നത്. ആ കമന്റ് തപ്പിയിട്ട് ആൾക്കാർ വരുന്നേ. Day 6 of reading ആലിബിന്റെ പീനട്ട്. Day 6 Day 7 എന്ന് പറഞ്ഞ ഇങ്ങനെ പോകും. അതെന്താ അങ്ങനെ? ഓരെന്തോ ആലിബിനെ എന്തോന്ന് ഫസ്റ്റ് കിട്ടിണ്ടാവും, അതിൽ വെച്ച് തുടങ്ങിയതാ. ഓർമ്മ ഉണ്ടാവും എന്തായിരുന്നു? അല്ല ഏതോ ഒരാള് തുടങ്ങിയതാ, ഒരാള് തുടങ്ങി, അത് പിന്നെ ഇങ്ങനെ ഒരു ട്രെൻഡായി മാറി. കമന്റ് ബോക്സിലെ ട്രെൻഡ് പറയില്ലേ, പിന്നെ പലതരം പീനട്ട്സ് ആയി. പറയാൻ പറ്റില്ല, അതുകൊണ്ട് കമന്റ് എടുത്ത് നോക്കിയാൽ എല്ലാം അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ ഈ കമന്റ്സിനൊക്കെ ഇങ്ങനെ ഫണ്ണായിട്ടാണോ കാണുന്നത് ശരിക്കും, അല്ലെങ്കിൽ ഒരു അതല്ല ഒരു രസോ ചെയ്യുമ്പോ? മീൻസ് സീരിയസ് ആയിട്ട് കമന്റ് ഇടുന്നവരും ഉണ്ട്. അത് മറ്റേ ഈ മതത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കുറച്ച് 2-3-4 ആൾക്കാരുണ്ട് സെയിം കമന്റ് എല്ലാ പോസ്റ്റിലും അവർക്കൊരു കമ്മ്യൂണിറ്റി ആണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ കമന്റ് ഇടാൻ. നീ ഒരു മുസ്ലിം അല്ലേ, നീ ഇങ്ങനെയൊക്കെ നടക്കാൻ പാടുണ്ടോ, നിന്റെ കല്യാണം കഴിക്കേണ്ട പ്രായമായില്ലേ, നിക്കാഹ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നോ, ഹറാമല്ലേ, ഹറാമുള്ള സാധനം, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതെനിക്ക് വരാണ്. സ്വർഗത്തിൽ പോകണ്ട എനിക്ക് പറയുന്ന ആൾക്കാരൊക്കെ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ സ്വർഗത്തിൽ പോകണ എനിക്ക്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല അല്ലേ, അങ്ങനെയൊക്കെ വീട്ടില് ആലിപ്പോ ഞാനിങ്ങനെ നിങ്ങളുടെ വീഡിയോസ് കാണുന്നതിൽ ഞാൻ ഏറ്റവും നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പൊതുവെ ഒരു ഷൈ ആണ് ആലിപ്പ്, ഇങ്ങനെ സംസാരിക്കാനൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തില, ഒരു നാണൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര 1 മണിക്ക് വരാൻ പറഞ്ഞ 5 മണിക്ക് വരും, 5 മണിക്ക് വരാൻ പറഞ്ഞ 9 മണിക്ക്. അതെന്താ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യമൊക്കെ കറക്റ്റ് സമയത്ത് വരണം. ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ഒരു 6-7 മാസമൊക്കെ വരെ കറക്റ്റ് സമയത്ത് 10 മണിക്ക് 9 മണിക്കൊക്കെ വരും. പിന്നെ കുറച്ച് കണ്ടു പോവാ. അല്ല ഈ എണീക്കുമ്പോ വിളിക്കും പോവണ്ടേന്ന്, പോവാന്ന് പറഞ്ഞ് കുറച്ചു നേരം കൂടി കിടന്ന് പിന്നെ മെല്ലെ എണീച്ച് മെല്ലെ മാറ്റി അങ്ങനെ. പിന്നെ പക്ഷെ വിളിക്കുമ്പോ ഞാൻ മാറ്റി സീരിയസ് ആണ് നമ്മളെല്ലാരും സംഭവം തന്നെ. സംഭവം കട്ടുമ്പോ എണീച്ചിട്ടോളുണ്ടാവും. പിന്നെ കഴിഞ്ഞിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞാലോ അവിടെ എത്താം. ഞാൻ ഇന്ന് നോക്കുമ്പോഴേക്കും പക്ഷെ ആ വീഡിയോ കേൾക്കുന്ന അത്ര ലാഗൊന്നും ഇല്ല കേട്ടോ. ഇല്ല അല്ലേ? പക്ഷെ വീഡിയോയിൽ എന്താ പറയുന്നത്, 1 മണിക്ക് വരാൻ പറഞ്ഞ ആൽബം കറക്റ്റ് 5 മണിക്ക് എന്റെ വീട്ടിൽ വന്നു. അങ്ങനെയൊക്കെ അത് അങ്ങനാണല്ലോ, ആലിബിനെ വിൽക്കാനാണല്ലോ അവിടെ മെയിൻ. വല്ലതും തരുന്നുണ്ട് ഇങ്ങനെ യൂസ് ചെയ്തിട്ട്? അയ്യോടോ അങ്ങനൊന്നും പറയല്ല. അല്ല അല്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യും എല്ലാത്തിലും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കറന്റ്ലി ഏവിയേഷൻ ചെയ്യുന്നു, ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ജസ്റ്റ് അല്ലേ, ടീനേജ് അല്ലേ? കുട്ടികളൊന്നും അപ്പൊ ശരിയാട്ടോ. പക്ഷെ എനിക്ക് കണ്ടിട്ട് നല്ല കുട്ടികളെ പോലെ തോന്നുന്നു. ഈ ഒരു സാധനം ഓൾറെഡി വരുന്നുണ്ടല്ലോ, കുട്ടികളല്ലേ, കുട്ടികളെ കൊച്ചല്ലേ, കൊച്ചിനെ കൊച്ചാക്കി കാണുന്ന കുറെ ആൾക്കാരുണ്ട്. കൊച്ചായതുകൊണ്ടല്ലേ? അതല്ല ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എനിക്കിപ്പോ 19 വയസ്സായി, 19 ആവാനായി, എനിക്ക് 20 ആവാനായി. പക്ഷെ നമ്മളെ മുഖത്ത് കണ്ട പറയില്ല, ശരീരം കണ്ടാലും കണ്ടാ പറയൂല. പക്ഷെ നമുക്ക് കുറച്ച് ഏജ് ഒക്കെ തോന്നിക്കുന്നുണ്ട്, 18 ഒരു തോന്നിക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യില്ല. അപ്പൊ പറയും തള്ളനെ പോലെ. അയ്യോ 18 വയസ്സുള്ളൂ മക്കളായാലും കുറ്റം, തള്ളമാരായാലും കുറ്റം, എല്ലാത്തിനും കുറ്റ. ഇരുന്നാ കുറ്റം, അത് ശരിയാ. കുറ്റം പറയാൻ എന്തായാലും കുറെ ആൾക്കാർ ഇങ്ങനെ അതിനായിട്ട് വരുമല്ലോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന രീതി വെച്ചിട്ടാണ് ഇവരുടെ ഒരു കമന്റ് ചെയ്യുന്ന രീതി മാറിയത്. ഇപ്പൊ ചില ആൾക്കാർ ഭയങ്കര ഒഫൻസീവ് ആയിട്ട് തിരിച്ച് അങ്ങനെ ഇങ്ങനെ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവര് വേറൊരാള് അതേപോലെ തന്നെ ഇവള് കമന്റിന് റിപ്ലൈ എടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ഇങ്ങനെ കമന്റ് ഇടാം, പിന്നെയും പറയുന്നുള്ള സാധനം ഉണ്ടാവും. ഇപ്പൊ നിലവിൽ എത്ര ഇയേഴ്സ് ആയിട്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് നിൽക്കും? കുറച്ചായിട്ടുള്ളൂ. ഇപ്പൊ ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങി കുറച്ചായിട്ടുള്ളൂ. എനിക്ക് 2 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പൊ കറന്റ്ലി ഉണ്ട്. ഒന്ന് മേക്കപ്പിൻ്റെതും പിന്നെ ഒന്ന് ഡെയിലി വ്ളോഗ്സ് അങ്ങനെ. അപ്പം മെയിൻ അക്കൗണ്ട് ഒരു 1 ഇയർ കഴിഞ്ഞ നവംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ആലിബ് എന്താണ് ആലിബിന്റെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോ അധികം ഫോട്ടോസ് പോസ്റ്റുകളൊക്കെ കുറവാണ്. അതെന്താ? അത് ആവശ്യത്തിന് ഇതില് വരുന്നുണ്ടല്ലോ. അല്ലല്ല, അതിപ്പോഴാണ് ഞാൻ അതിലും പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യം ഒരു പോസ്റ്റ്. ഇൻട്രോവേർട്ട് ഒന്നല്ല, ഭയങ്കര ഇന്നൂക്കാനായിട്ടുള്ള വായ ഓർക്കാം. അത് കറക്റ്റ് ആയിട്ടോ.
ഇവിടെ സംസാരിച്ചത് മൊത്തം റെനന് കളിയൊക്കെ വേണ്ടിയാ. പക്ഷെ ഓൻ ഭയങ്കര പ്രൈവറ്റ് ലൈഫ് പോലെ ആയിരുന്നു ആദ്യം. അക്കൗണ്ട് ഒക്കെ പ്രൈവറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനൊക്കെ നടന്നാ മതിയോ, ഞാന് മാസത്തിൽ ഇത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഇയും ഡെയിലി വീഡിയോ ഇടാൻ തുടങ്ങുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പൈസ ഉണ്ടാക്കി ലൈഫ് സെറ്റ് ആക്കാം. എന്ത് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയോ? ഇഷ്ടം പോലെ. സ്ഥലമില്ല, കഷ്ടപോലെ ഇട്ടിട്ട് കിടക്കാനുള്ള സ്ഥലമില്ല. അല്ല, പൈസയുടെ കാര്യം പറയുമ്പോൾ നിങ്ങളിപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ട്, പ്രൊമോഷൻസ്. എനിക്ക് തോന്നുന്നു റെനയുടെ ഒരു അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ കോണ്ടന്റ് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഫുൾ പ്രൊമോഷനാണ്. ഇൻസ്റ്റാ പേജ്, ത്രിഫ്റ്റ് പേജ്, ഫുൾ പ്രൊമോഷനാണ്. മന്ത്ലി എത്ര ഉണ്ടാക്കുന്നുണ്ട്? ഏകദേശം കാരണം ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഇത്ര ഒരു കുഞ്ഞു പ്രായത്തില് അല്ലേ? 19 വയസ്സായ ആൾക്കാരോട് അച്ഛനോട് അച്ഛൻ 500 രൂപ അങ്ങനെ ചോദിക്കാം ആണല്ലേ? അല്ല, വീട്ടിലേക്കുള്ള ഒരു എനിക്ക് കിട്ടുന്നതിന്റെ ഒരു പകുതി ഭാഗത്തോളം ഞാൻ വീട്ടിലേക്ക് കൊടുക്കലുണ്ട്. പ്ലസ് എന്റെ കാര്യം നടക്കലുണ്ട്, ആലിവിന്റെ കാര്യം നടക്കലുണ്ട്, ഫോണിന്റെ EMI നടക്കലുണ്ട്, ഫർണിച്ചർ വാങ്ങിയത് അതിന്റെ EMI നടക്കലുണ്ട്, പിന്നെ കുറച്ച് സേവ് ചെയ്യാനും ബാക്കിയൊക്കെ ഉണ്ട്. കൊറേ ഉണ്ടല്ലേ ഈ പ്രായത്തിൽ? ഇന്ന് കൊച്ചി ഇത്ര EMI ഒക്കെ? അത് വീഡിയോ ചെയ്യാൻ ഫോൺ വേണ്ടേ, അപ്പൊ നല്ലൊരു ആ ഫോൺ എടുത്തതിന് ശേഷമാണ് വീഡിയോ ചെയ്ത് ഒന്ന് സെറ്റ് ആവാൻ തുടങ്ങിയത്. ഐഫോണാണ്? ഐഫോണാണ്. അപ്പം ആ ഫോൺ എടുക്കാൻ വേണ്ടിട്ട് EMI ഉണ്ടായിരുന്നു, പിന്നെ ഫർണിച്ചർ എടുക്കാൻ ഈ അടുത്ത ഫർണിച്ചർ റൂം. ഓക്കെ, അത് ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. വൃത്തിയായി. ഇപ്പൊ റെന ഇങ്ങനെ എപ്പോഴും റെന കുറച്ചുകൂടി ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഹൈപ്പർ ആക്റ്റീവ് ബബ്ലി ആയിട്ടുള്ള ഒരു കൊച്ചാണ്. അപ്പൊ ഇദ്ദേഹം കുറച്ച് ഷൈ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എങ്ങനെയാ നിങ്ങൾ മാനേജ് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും? ഉള്ളിന്ന് വരാത്തതാണ്. എനിക്ക് പിന്നെ കോമഡി സെൻസ് ഒന്നും പറയാൻ പറ്റൂല, പക്ഷെ എന്നാലും ഇവ സംസാരിക്കുന്ന രീതി അത് പോയിന്റ് കേട്ടോ, കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പെട്ടെന്ന് ഒരാളെ കയ്യിലെടുക്കാൻ അറിയാം. അത് പാരന്റ്സിനായാലും ഫ്രണ്ട്സിനായാലും എന്റെ ഫ്രണ്ട്സിനായാലും ഒക്കെ, റെനനെ ആയാലും അതെ. അങ്ങനെയാണ്. എങ്ങനെയാ റെനനെ കയ്യിലെടുത്തത്? റെന കയ്യിലെടുത്ത് ഞാൻ കണ്ടു. ആക്ച്വലി ഇത് ലവ് സ്റ്റോറി പറയുന്നത് എനിക്ക് തോന്നുന്നു ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത് ആദ്യമൊക്കെ കുറെ ഡൗട്ട് ആയിരുന്നല്ലേ? ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടു, പിന്നെയും ചോദിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഞാൻ ഇൻസ്റ്റയില് സ്റ്റോറി ഇട്ടത്, അപ്പം കുറച്ച് സമയത്തേക്കല്ല കാണും. അപ്പം പിന്നെ ഒരു 50K ഫോളോവേഴ്സ് ഏറ്റവും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഓരൊക്കെ കണ്ടിട്ട് ഓർക്ക് പിന്നെ ഒരു 10-60 സംശയം, വീട്ടിൽ സപ്പോർട്ട് ആണോ, അതാണോ ഇതാണോ. പിന്നെ എല്ലാം കൂടിയും ആയിട്ടൊരു യൂട്യൂബിലൊരു വീഡിയോ ഇടാൻ വിചാരിച്ചു. അങ്ങനെ വീഡിയോ ഇട്ട് അപ്പോഴാണ് യൂട്യൂബിൽ സെറ്റ് ആയത്. അപ്പൊ എനിക്ക് ആശ്വാസമായി, ഇനി ഡെയിലി യൂട്യൂബിൽ വീഡിയോ ഇടാം. പൈസ ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പോ എത്ര ഇയേഴ്സ് ആയിട്ട് റിലേഷൻഷിപ്പ് ആയി? ഈ വരുന്ന ജൂൺ 10th 2 years. 2 years. ഈ 2 years ജേൺ 2 years എന്നൊക്കെ ഞാനിവിടെ വിഷമൊന്നുമില്ല, എന്നാലും എങ്ങനെടാ എപ്പിടാ ഇതെങ്ങനെ നിങ്ങള് 2 yearsലേക്ക് ഇങ്ങനെ, അല്ല 2 years അല്ല, ഈ ഒരു ഏജില് ഈ 2 years റിലേഷൻഷിപ്പ് എങ്ങനെ ഇത്ര സീരിയസ് ആയിട്ട്, അതും ഇത്ര ജോവിയൽ ആയിട്ട് ലൈറ്റ് ആയിട്ടൊക്കെ കൊണ്ടെടുക്കുന്നത്? പബ്ലിക് ആയിട്ട് കുറെ ആൾക്കാർ പ്രൈവറ്റ് ആയിട്ട് വെക്കുന്ന റിലേഷൻഷിപ്സ് ഉണ്ട്. സൈഡ് ചിക്ക് വരാം. അതെ അതെ, സൈഡ് ചിക്കുള്ള പ്രൈവറ്റ് മീൻസ് പ്രൈവറ്റ്. നമ്മളത് ആദ്യം ഞാൻ റിലേഷൻ ആയ പാടെ ഞാൻ ആലിബേ എന്റെ ഫ്രണ്ട് പോലെ അറിയാതെ ഈ കാര്യം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിലേഷൻ ആയ ഫസ്റ്റ് ഡേ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അവള് പോയിട്ട് 3-4 ആൾക്കാരോട് ഓൾ തന്നെ പറഞ്ഞു. മീൻസ് നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കല്ലോ, ഇങ്ങനെ പറയണോ. അപ്പൊ നമുക്ക് ഇങ്ങനെ എന്താ സംസാരിക്കുമ്പോ ആലിബിനെ പറ്റി ടോപ്പിക് വരുമ്പോ പിന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞു. ഞാനിട്ട് എല്ലാരും ഇങ്ങനെ 5-6 കൂട്ടായിട്ട് ഇരുത്തിയിട്ട് പിന്നെ ഉണ്ടല്ലോ ഞാനും അലിവും റിലേഷനായി. പിന്നെ 1 മണിക്കൂർ ലവ് സ്റ്റോറി കേൾക്കാൻ വേണ്ടി ഇരുത്തിക്കും. ഓരോരുത്തർക്ക് കാണാപ്പാടാണ് അതൊക്കെ. ഇത് ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ നിങ്ങള് ഒരുമിച്ച് പഠിച്ച റിലേഷൻ ആയതാ? ജൂനിയർ സീനിയർ. അപ്പൊ കമ്പനി ഇല്ല, അതിന് ശേഷം ഇങ്ങനെ കമ്പനി ആയി വന്നത്. അങ്ങനെ അതായത് ഞാന് സെയിം സ്കൂളിലായിരുന്നു. ഞാൻ +1 പഠിക്കുമ്പോ +2. അപ്പം ലാസ്റ്റ് ടൈം ഞാൻ അവനെ നോട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ റീസൺ ഉണ്ടോ? മുടി ഡിംപിളും ചിരിക്കി. ഇത് ഫാനാണോ? അല്ല അങ്ങനെയല്ല, മീൻസ് ഹേറ്ററും അല്ല ഫാനും അല്ല, സോങ് ഒക്കെ കേൾക്കും. പിന്നെ
അടിപൊളി. അപ്പൊ കണ്ടപ്പോ ലൈക്ക് മീൻസ് അപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്റെ ഫ്രണ്ടിനെ പറഞ്ഞു അവനെ കാണാൻ എന്റെ ഒരു ഏതോ ഒരു ഫ്രണ്ടിനെ പോലെ ഉണ്ടോ, ഒന്ന് അക്കൗണ്ട് അയക്കുക ചോദിച്ചിട്ട് എന്റെ ഫ്രണ്ട് അക്കൗണ്ട് അയച്ചെന്ന്. സംഭവം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതാക്കിയിരുന്നു, ഫോളോ ഒന്നും ആക്കൂലായിരുന്നു. പക്ഷെ എന്റെ അക്കൗണ്ട് പ്രൈവറ്റ് ചെയ്യണം. അപ്പം റിക്വസ്റ്റ് ഇടാതെ നിവർത്തില്ലല്ലോ, റിക്വസ്റ്റ് ഇട്ട് അങ്ങനെ ഫോട്ടോ അയച്ച് പിന്നെ അത് ക്ലോസ് ആയി. പിന്നെ കുറച്ച് 2 മാസം കഴിഞ്ഞപ്പം ഇങ്ങനെ എന്റെ സ്റ്റോറിക്ക് ഇങ്ങനെ ലൈക്ക് അടിക്കാൻ തുടങ്ങി. ഇങ്ങനെ ആദ്യം സ്കൂളിൽ ഒരുമാതിരി പച്ച മുടിയോ മറ്റേ പെയിന്റ് ഒക്കെ ആയി യൂണിഫോമോ ഒരു അലമ്പ് കൂട്ടി എന്നുള്ള പക്കാ ചാപ്രി മൂഡ്. ആ ഫോട്ടോ സ്നാപ്ചാറ്റിലൊക്കെ ഇങ്ങനൊക്കെ നിൽക്കുന്ന സാധനം. അപ്പൊ നമ്മളാരും മൈൻഡ് ആക്കലൊന്നുമില്ല സ്കൂളിൽ നിന്നും. പക്ഷെ ടോപ്പാന്നാണ് വിചാരം അവിടുന്നും. അങ്ങനെ പിന്നെ പച്ചമുടിയൊക്കെ ചോപ്പുണ്ടായിരുന്നു, വയലറ്റ് കളർ ഇങ്ങനെ അങ്ങനെ പിന്നെ ഒരു ഷോപ്പില് വർക്ക് ചെയ്തിരുന്നു പിൻകോഡ് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടേക്ക് വേക്കൻസി ഉണ്ടായപ്പോ അങ്ങനെ വിളിച്ചു. അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നിന്നാണ് മെയിൻ ആയിട്ട് കമ്പനി ആവുന്നതും കാര്യങ്ങളൊക്കെ. ഈ ആള് വിളിക്കുമ്പോ തന്നെ പോവാൻ തോന്നിയത് എന്താ? മുന്നേ കുറച്ച് കമ്പനി ഉണ്ട്, കയ്യില് പൈസ ഇല്ല, പൈസ ഞാൻ പണി നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെക്കേഷൻ ടൈമിലോ? +2 കഴിഞ്ഞിരിക്കുന്ന പാർട്ട് ടൈം ആയിട്ട് ചെയ്യണം. അങ്ങനെ വിളിച്ചപ്പം അങ്ങനെ ഡ്രസ്സിന്റെ ഷോപ്പ് കാര്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവില്ല, നല്ല ഓണേഴ്സ് എന്നുള്ള സാധനമൊക്കെ കിട്ടിയപ്പം മെല്ലെ പോയി വെക്കാൻ വിചാരിച്ചു. അങ്ങനെ പോയി അവിടുന്ന് കമ്പനിയായി. ഷോപ്പാണ് അപ്പൊ ഇവരുടെ പ്രണയത്തിന്റെ പ്രണയം പൊട്ടി വിടർന്ന്. എന്നിട്ട് അപ്പൊ ആരപ്പൊ പ്രപ്പോസ് ചെയ്തത്? ഞാൻ എങ്ങനെ പ്രപ്പോസ് ചെയ്തു? നേരിട്ട് പോയി പറഞ്ഞു? രാവിലെ മുതൽ ഉച്ച വരെ ഇരുത്താ. അതിൽ നിന്നിട്ട് ഉച്ചക്കാ പറഞ്ഞ അവരെ ഞാൻ അങ്ങനെ കാത്തിക്ക. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എന്താ അങ്ങോട്ട് വരാനുള്ളത്. ഞാൻ പറയുന്നത് എന്താ പറയുന്നുള്ള സാധനം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കൊറേ ഇരുന്നു. അങ്ങനെ ഉച്ചക്ക് ചോറൊക്കെ തിന്ന്, ഇത് രാവിലെ വന്നപ്പോ മുതൽ ഒരു കാര്യം പറയാണ്ട് പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മെല്ലെ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പം അല്ല എനിക്ക് അപ്പൊ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഓൾറെഡി ഇങ്ങോട്ട് ഉണ്ടായിരുന്നു. രാവിലെ മുതൽ കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് മൈൻഡിൽ ഉണ്ടാവല്ലോ ഇതാണ് പറയാൻ പോകുന്നത്. ഞാൻ അതിനുള്ള ഒരു ആൻസർ അവിടെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ഞാന് എനിക്ക് മുഖത്ത് നോക്കി പറയാം, ഞാൻ ഇതുവരായിട്ട് ആരും മുഖത്ത് നോക്കിട്ടൊന്നും പ്രപ്പോസ് ചെയ്തില്ല. പ്രപ്പോസ് ചെയ്തിട്ടുണ്ടല്ലോ. എങ്ങനെ അറിയോ? ഞാൻ ഇങ്ങനെ ഇരിക്കുക, അവളിങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കിട്ട് ഇരുന്നിട്ട്. നമ്മള് ഫ്രണ്ട്സ് അല്ലേ, എനിക്ക് ഇവനോട് അങ്ങനെ ഫീലിങ്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ ഷോപ്പിൽ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയവരാണ് എനിക്ക് ആ ഒരു കണക്ഷൻ വന്നത്. ലൈക്ക് മെന്റലി നല്ല കണക്റ്റഡ് ആയി. അങ്ങനെ എനിക്ക് കുറെ കഴിഞ്ഞപ്പം ഞാൻ പറയണമെന്നൊന്നും ഇല്ലായിരുന്നു, ഇതുപോലെ തന്നെ ഇതാക്കാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് എന്തോ ഒരു കമ്മിറ്റ്മെന്റ് വെക്കണം തോന്നി. ഞാൻ അങ്ങനെ വിട്ട് കളയണം. ബിക്കോസ് എനിക്ക് അങ്ങനെ വെറുതെ ടൈം പാസ് ആയി അത് തീരെ ഇഷ്ടമില്ല. അതേ സമയം മറ്റേ ബെസ്റ്റ് കളി കളിക്കുന്നത് സത്യം എനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പം ഞാൻ വിചാരിച്ച് പറയാന്ന്. അങ്ങനെ തിരിഞ്ഞിരുന്ന് ഒരു 2-3 മണിക്കൂറൊക്കെ എടുത്തിട്ട് അവസാനം ഞാൻ അലിബൈ ലവ് യു പറഞ്ഞ് ഇങ്ങനെ മുഖം പൊത്തി വെച്ച്. എനിക്ക് പേടിയാ പഠിച്ചോനെ പിന്നെ റിജക്റ്റ് ചെയ്യോ ആ ഒരു ടെൻഷൻ. അപ്പളെ കണ്ണെന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. പ്രപ്പോസ് ചെയ്യുമ്പോളെ കണ്ണെന്ന് വെള്ളം വരാ, കൈ ഇങ്ങനെ വിറയ്ക്കുക, കണ്ടു നിൽക്ക പേടിച്ചിങ്ങനെ ഇരിക്കുന്ന. ഇവനാണെങ്കിൽ എനിക്ക് അറിയാം, എന്നിട്ടൊന്നും വിട്ടരുന്നില്ല. ഫുള്ള് പറഞ്ഞിട്ട് വിടാ. അതല്ല അതിന്റെ ഒരു രസം. പറഞ്ഞ കഴിഞ്ഞേരം ലാസ്റ്റ് ഇപ്പം കുറച്ചു നേരത്തേക്ക് മിണ്ടില്ല. ഇവിടെ ഞാൻ മുഖത്തൊക്കെ നോക്കിട്ട് ടെൻഷനാക്കി ആക്ട് ചെയ്തു. എന്നിട്ട് മുഖത്തൊക്കെ നോക്കിട്ട് ഇതേപോലുള്ള സാധനം ഞാൻ അങ്ങോട്ട് തിരിച്ചും പറഞ്ഞു എങ്ങനെ ഉണ്ടാവും അങ്ങനെ പറഞ്ഞു. എനിക്ക് കത്തിയില്ല, എനിക്ക് പെട്ടെന്ന് കത്തൊന്നുമില്ല. അപ്പൊ പറഞ്ഞു ഇതേപോലുള്ള സാധനം ഞാൻ തിരിച്ചും പറഞ്ഞു എങ്ങനെ ഉണ്ടാവും ചോദിച്ചു. അനക്കു നശിച്ച അങ്ങനെ ചോദിച്ചു. ആടി മോന്റെ അങ്ങനെ എനിക്ക് മറ്റേ സന്തോഷം ആനന്ദ കണ്ണീരുണ്ടല്ലോ എല്ലാം കൂടി അള്ളാഹുവിനെ അക്സെപ്റ്റ് ആക്കി ആ ഒരു ഇതില്. പിന്നെ അങ്ങനെയും കുറച്ചു നേരം കരഞ്ഞിരുന്നു അവിടെ. അപ്പോഴും കരഞ്ഞു.
കരച്ചിലാ മെയിൻ, അയ്യോ. ഇങ്ങനൊന്നല്ല. ആഹാ. അപ്പൊ വീഡിയോയില് കാണുന്ന ഉപദേശം അയ്യേ ടോപ്പ് കരച്ചില്ല. ഇന്റർവ്യൂയോട് കൂടി റെന കാറ്റ്. ഞാൻ കുറച്ചുകൊണ്ട് കാണിച്ചില്ല. അങ്ങനെ ഒന്നുമില്ല. ആണോ? ബോൾഡായ ആൾക്കാർ കരയൂലേ? നിങ്ങൾ കരയൂലേ? ആ ഞാനും കരയും. ഐഷ് അടിപൊളി. ഞാൻ എനിക്കിങ്ങനെ കരയിപ്പിക്കാൻ നല്ല ഇഷ്ടാ എല്ലാരും. നീ ഓരോ ചെറുതായിട്ട് അങ്ങനല്ല, ഈ തമാശ രീതിയിൽ എങ്ങനെ കരയിപ്പിക്കുന്നത്, അത് നല്ല രസാ. ലാസ്റ്റ് കരയാൻ നേരത്ത് മതി മതി നിർത്തിക്കോ, നമ്മള് പൊട്ടി തകർന്ന് നിൽക്കായിരിക്കും. മതി മതി ഞാൻ വെറുതെ പറഞ്ഞതാന്ന് പറയും. അപ്പോ അങ്ങനെ കടയിൽ നിന്ന് റെന പ്രപ്പോസ് ചെയ്തു. തിരിച്ചും ഇഷ്ടമായിരുന്നത് പറഞ്ഞു. പക്ഷെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇവര് പറഞ്ഞ ആ ഒരു അറിവേ ഉള്ളൂ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ നമുക്കൊന്ന് ലൈവായിട്ട് റെന ഒന്ന് പ്രപ്പോസ് ചെയ്ത പോലെ ഒന്ന് തിരിച്ച് പ്രപ്പോസ് ചെയ്യും. ഓൾറെഡി ആ മറുപടി മൈൻഡിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ മറുപടിയും പറ. എങ്ങനെ ഞാൻ പറയണോ? പിന്നെ ഞാൻ പറയണോ? ഞാൻ പ്രപ്പോസ് ചെയ്യണോ? ആ പ്രപ്പോസ് ചെയ്യണം. തിരിച്ച് റിപ്ലൈ ഓ അങ്ങനെ അന്ന് തിരിഞ്ഞല്ലേ ഇരുന്നേ, അത് തിരിഞ്ഞേ ഇന്ന് നേരെ ഇരുന്നു. ഇത്ര നാളായിട്ട് നാണം മാറിയില്ല. എനിക്ക് നാണം എനിക്കിപ്പം നാണാണ്. പറയട്ടെ, എനിക്ക് ശരിക്കും നാളാ. അയ്യോളോ ബ്ലഷ് ചെയ്യുന്നതല്ലോ. അലിവേ അലിവേ എനിക്കുണ്ടല്ലോ അന്നത്തെ പോലെ തന്നെ പറയണ. അങ്ങനെ പറഞ്ഞ 2-3 മണിക്കൂറാവും. അയ്യോ വേണ്ട വേണ്ട വേണ്ട, സീന അല്ലാണ്ട് പറഞ്ഞു. ഞാൻ 2x ആക്കി പറയാം. ഓക്കെ. ഈ വേറെ പ്ലെയറിന എടാ പിന്നുണ്ടല്ലോ യുനോ പിന്നെ എനിക്കില്ലേ ഐ തിങ്ക് ഐ ലവ് യു. ഈ ഒരു ഇരുത്തായിരുന്നു അന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് നോക്കിന്നുള്ള സാധനമൊക്കെ ഇട്ട് എനിക്കും ആ സെയിം സാധനം അങ്ങോട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്നുള്ള സാധനം അതൊന്ന് കാണിക്കൂ. എനിക്കും ആ സെയിം സാധനം അങ്ങോട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാ എനിക്ക് തന്നെ ഇഷ്ടാന്ന് എന്തേ ശരിക്കൂ അല്ല ഇങ്ങനെ ഒന്നല്ല. ആ ഒരു സമയത്ത് ശരിക്കൂ അപ്പൊ നമ്മള് സെറ്റായി. ഇങ്ങനെ പറഞ്ഞില്ലേ? ലാസ്റ്റത്തെ കഥ അതിന്റെ മുന്നേ വരെ കറക്റ്റാ. അപ്പഴത്തെ കാര്യം കുറച്ച് ഓർമ്മ ഉണ്ടാവില്ലല്ലോ, അത് കുറച്ച് ഫില്ലർ വേർഡ്സ് വെച്ചിട്ട് പറയണ്ടേ? അതുകൊണ്ടാട്ടോ. ഇദ്ദേഹത്തിനെ കൊണ്ട് എങ്ങനെയാ വീഡിയോസ് ഒക്കെ എടുക്കണം? എനിക്ക് ഡൗട്ട് ഉണ്ട്. എത്ര ടേക്ക് പോവാറുണ്ട്? മറ്റേ വ്ലോഗ് അതേനല്ല, അത് തല ചൊറിഞ്ഞാലും ഒരു അത്ഭുത ചൊറിഞ്ഞ് ഇരിക്കാണ് പൊട്ടനായിട്ട് എന്നുള്ള സാധനം. എന്നെ പൊട്ടനാക്കാനല്ലേ ഞാൻ കാരണം അലിവ് പൊട്ടനായി. ഓയോടാ ഇപ്പൊ ഇങ്ങനെയാണ് ഗൈസ് പ്രപ്പോസ് ചെയ്തത്. ഇതിപ്പോ ഇവിടെ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രപ്പോസൽ. അവിടെ ആള് തകർത്ത് അഭിനയിച്ചോണ്ടിരിക്കുക. അല്ല എക്സ്പ്ലെയിൻ ചെയ്യാനല്ലേ ആദ്യം പറഞ്ഞിരണ്ടത് ഇങ്ങനെയാണ്. എനിക്ക് ഓർമ്മയും കൂടില്ല, എന്റെ ബോട്ട് പോലും മറക്കുന്ന ആളവനെ. അല്ല ഡേറ്റ് കുറച്ച് സീനാ, നമ്പേഴ്സ്, ചില ആൾക്കാരെ പേര് അതൊക്കെ ഓർത്തേക്കണ്ടേ. അതിപ്പോ ഓരോരുത്തര് ഓരോ രീതിയിൽ അങ്ങനെ ഇവിടെ എന്റെ ടീമാ. ഞാൻ അവിടെ റിലേഷൻഷിപ്പ് അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നതാ. അതിലേക്ക് എന്റെ ബോയ് ഫ്രണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ കൊടുക്കുന്നത്? കേട്ടോ ശരിക്കും ഓർമ്മയുണ്ട്. പണ്ടത്തെ പറഞ്ഞു. എന്നാ പറയപ്പോഴും ബർത്ത്ഡേ ജൂൺ 10th അല്ല ജൂലൈ 1st. ജൂൺ 10th മറ്റേതാ പ്രപ്പോസ് ചെയ്ത്. അതൊക്കെ ഓർമ്മയുണ്ട്. അല്ല ഈ 2 ഡേറ്റ് ഉള്ളൂ. ഇത് പഠിപ്പിച്ചതാ. അയ്യടാ എന്നെ ഇപ്പൊ ഈ 2 years ആയിട്ട് റിലേഷൻ ആണ്. അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ ചില വീഡിയോസിലൊക്കെ പറയാറുണ്ടല്ലോ ഭയങ്കര അഡ്വൈസ് കൊടുക്കുന്ന ആളല്ലേ. ഇപ്പൊ നമ്മള് സ്റ്റാർട്ട് അഡ്വൈസ് ഒക്കെ കൊടുക്കുന്ന ആൾ ഇത്ര ഉള്ളൂ കേട്ടോ. ഇതിലല്ല കാര്യം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്, തുടക്കത്തിൽ പോലെ അല്ലല്ലോ ഇപ്പോ, അങ്ങനെ കുറച്ച് ചിലപ്പോ ചേഞ്ചസ് ഒക്കെ വരും. ഇപ്പൊ ഓഫ് കോഴ്സ് നേരത്തെ വന്നിരുന്ന ആള് ഇപ്പൊ 2 മണിക്കൂർ ലേറ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ. പക്ഷെ അതില് മാത്രമേ മാറ്റുള്ളൂ. ഓക്കെ അപ്പൊ അത് ഞാനല്ല പറയണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ 2 years ജേർണിയില് ആൽബിന്റെ അന്നുണ്ടായ എന്തൊക്കെ സ്വഭാവങ്ങളാണ് ഇപ്പൊ ചേഞ്ച് ആയിക്കുന്നത്? അന്ന്
ഓക്കെ അന്നുണ്ടായ സ്വഭാവത്തില് പഞ്ച്വാലിറ്റി, ഫസ്റ്റ് ഓഫ് ഓൾ പഞ്ച്വാലിറ്റി ഇപ്പൊ തീരില്ല. പിന്നെ പിന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒരു 6 മാസമൊക്കെ ഒരു സ്പാർക്ക് ഉണ്ടാവല്ലോ നമുക്ക്. ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോൾ ഐ ലവ് യു പറഞ്ഞ ആ ഒരു സ്പാർക്ക്, അത് നമ്മൾ എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞാലും ആ ഒരു സംഭവം എപ്പോഴും വരണമെന്നില്ല ഈ ഒരു ടൈം. ബിക്കോസ് നമ്മൾ എപ്പോഴും ഒരു കാര്യം എപ്പോഴും കേട്ട് അത് നമുക്ക് ശീലമാവും. ബട്ട് നമ്മൾ ഉള്ളിൽ പക്ഷെ ഉണ്ടാവും, പക്ഷെ അത് പറയുമ്പോ എപ്പോഴും ആ ഒരു സ്പാർക്ക് വരണമെന്നില്ല. നമുക്ക് അങ്ങനെ തന്നെ അല്ലേ? അങ്ങനൊക്കെ ഉണ്ട്. ഒരു മോയന്താ എനിക്ക് സത്യമായിട്ടും എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. അപ്പൊ ഇപ്പഴാ സ്പാർക്ക് ഉണ്ട്. അയ്യോടാ പറഞ്ഞതാ, ഫീലിംഗ്സ് അറിയില്ലേ? മീൻസ് അത് ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ, സൈക്കോളജിക്കലി ഞാൻ പറഞ്ഞതാ. പിന്നെ യൂട്യൂബിലേക്ക് വരുമ്പോ അങ്ങനെ കേട്ടോ. ഇവ എന്താ ഇങ്ങനെ ഞാൻ പറയല്ലേ, ഞാൻ കോളാക്കല്ലേ. പിന്നിപ്പോ എന്താ പിന്നെ പണ്ടൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിട്ടൊരു ഓക്വേർഡ് അല്ല, നമ്മള് അധികം ആരും അറിയില്ലല്ലോ റിലേഷൻ ആയ കാര്യം. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോ ഫ്രണ്ടാണ്, കസിൻ സിസ്റ്റർ, ആ രീതിക്കൊക്കെ ആയിരുന്നു പറയാ. പക്ഷെ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഇപ്പൊ പറയും ആരാവശ്യ ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ആ ഒരു സംഭവം ഒന്ന്. പിന്നെന്താ ബാക്കിയല്ലോ. പിന്നെ വേറൊരു പ്രശ്നം വെച്ചാല് നസർ ഈസ് റിയൽ. കാരണം നമ്മള് വീഡിയോ ഇടുന്നതിന്റെ മുന്നേ നമ്മൾ തമ്മിൽ അങ്ങനെ വലിയ കച്ചറൊന്നും ഉണ്ടാവലില്ലായിരുന്നു. പക്ഷെ അത് ഉണ്ടെങ്കിലും അത് നമ്മൾ സോൾവ് ചെയ്യും, അത് നമുക്ക് പ്രശ്നമില്ല. ഒരു 1 hour 2 hour കൊണ്ട് നമ്മൾ സോൾവ് ചെയ്യും. പക്ഷെ ഉണ്ടാവുന്ന ഫ്രീക്വൻസി കൂടി, മീൻസ് ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറയും, എപ്പോഴും പറയുന്നുണ്ട് നസർ ഈസ് റിയൽ. പക്ഷെ അത് ശരിക്കുള്ളതാണ്. ഇടയിൽ പ്രശ്നം വരുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ സോൾവ് ആക്കണം. അല്ലാതെ ഞാൻ മൈൻഡ് ആക്കൂല, രണ്ടാളും ഈഗോ വെച്ചെന്നാല് ഒന്നും നടക്കൂല. ആണോ? ഇവനും നല്ല ഈഗോ, പക്ഷെ എനിക്ക് ഈഗോ ഉള്ള സമയത്ത് ഇവൻ താന്നു തരും, മിക്കുള്ള സമയത്ത് ഞാൻ താന്നു കൊടുക്കും. അല്ലെങ്കിൽ ഈഗോ തല്ലി പിരിഞ്ഞ് എപ്പോഴേ പോകേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് ചേഞ്ചസ്. ആലിബിന് എന്തൊക്കെയാ തോന്നിക്കുന്നത് റെനയുടെ കാര്യത്തില്? പണ്ടൊന്നും ആ സെയിം മൊയന്തുകളി പോലെ തന്നെ സ്നേഹം കൂടിയെന്നല്ല, കുറഞ്ഞിട്ടില്ല. ഇപ്പൊ മറ്റേ എനിക്ക് വേണ്ടി ഈ ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യം ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി ഇങ്ങനെ വന്ന് പണ്ട് എന്ന് പറഞ്ഞാല് ഫോണില്ലേനു ആദ്യം. അപ്പം ആദ്യം ഏത് നേരം എന്റെ ഫോൺ എടുത്ത് അതിലിങ്ങനെ ഫോണ് കളിച്ച് ഞാൻ ഇങ്ങനെ കൊറേ മൊയന്തായിരിക്കലേനു. പക്ഷെ ഇപ്പൊ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കുറെ തുടങ്ങി. അതൊക്കെ എന്താണ് റെനയിൽ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്തൊക്കെയാ? പെട്ടെന്ന് കരയും, എനിക്ക് അതാണല്ലോ ഇഷ്ടം. കരയിപ്പിക്കണല്ലോ പെട്ടെന്ന്. അങ്ങനെ അതിനുണ്ടോ? അതുള്ളൂ ക്വാളിറ്റി ഇഷ്ടം, വേറൊന്നും ഇഷ്ടമില്ല. വേറൊന്നുമില്ല. പാവം കുട്ടിയുടെ എന്തെങ്കിലുമൊക്കെ പറയടാ. ഇഷ്ടല്ലോ, എനിക്കും സമയം വരും. തിരിച്ചു പറ. ആലിഫിൽ ഇഷ്ടമുള്ള ക്വാളിറ്റി എന്തൊക്കെയാ? ദേഷ്യം തീർക്കാനല്ല, ഐലാഷ്. അപ്പൊ ആൾക്കാർ ചോദിക്കും ഞാൻ ഇങ്ങനെ ഫിസിക്കലി ആണ് അട്രാക്റ്റഡ് ആയത്. അന്ന് വലിയ ഭംഗിയൊന്നും ഇല്ലേനു. പിന്നെ ക്വാളിറ്റി വെച്ചാല് ഇപ്പം ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ആണെങ്കിലും ഇപ്പം മൈൻഡ് ആക്കാൻ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അതുപോലെ ഒന്നല്ല. ഫ്രണ്ട്സിന്റെ കൂടെ പോവാണെങ്കിലും പറയും, സ്റ്റാർട്ടിങ് പറയും ഞാൻ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവൂല, അപ്പം ഒന്ന് വിചാരിക്ക, അങ്ങനെയല്ല അല്ലെങ്കിലോ ഒരു 5-6 മണിക്കൂർ 2 ദിവസമൊക്കെ മിണ്ടാന്നാല് ആർക്കായാലും ദേഷ്യം പിടിക്കൂലേ? ഉണ്ടാക്കല് ഞാൻ പറയാ, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ അല്ല, അങ്ങനെ തന്നെ. മീൻസ് പറഞ്ഞിട്ടോളൂ പോവാ എവിടേക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. കാരണം എല്ലാ ബോയ്സും അങ്ങനെയല്ല. എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ആ ഒരു ടോക്ക് വരുമ്പം മനസ്സിലാവും ലൈക്ക് ഓരെക്കാട്ടി എത്രത്തോളം ബെറ്റർ ആണ് ആലിബെന്ന്. അങ്ങനെ അപ്പോ അതൊക്കെയാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള ക്വാളിറ്റി. ഇനി ഇഷ്ടമല്ലാത്ത സ്വഭാവം എന്തൊക്കെയാണ് റെനയില്? വാശി. ഈ ഇടക്ക് നല്ല വാശിയാ, പിന്നെ അത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാ. നമ്മള് വിചാരിച്ച കാര്യം ചെയ്യണം തന്നെയാണ്. ചിലപ്പോ മണ്ടത്തരായിരിക്കും, പക്ഷെ അത് ചെയ്യണം എന്നുള്ള ഒരു വാശിയുണ്ട്.
അങ്ങനെ കുറച്ചേരം ഇരുത്തി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയ അപ്പൊക്കെ മനസ്സിലാവും പൊട്ടത്തരാണെന്ന്. അങ്ങനെ അത് റെഡിയാക്കും. പിന്നെ വേറെ ആ വാഷിന്റെ ആ ഒരു തന്നെ ഉള്ളു. ഓക്കെ, വേറെ ഒന്നുമില്ല. തിരിച്ച് ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി വെച്ചാൽ അവനക്ക് ദേഷ്യം പിടിച്ചാല് അല്ലെങ്കിൽ ചൂടായാല് നമുക്ക് ഉറക്കം കിട്ടിയിട്ട് ഉറങ്ങിയില്ലെങ്കിലൊക്കെ പെട്ടെന്ന് ദേഷ്യം പിടിക്കും. അത് ശരി, അതെനിക്കും വരും. അല്ലേ? അല്ല, എല്ലാത്ത കാര്യം പറയാം. ഉറക്കം റെഡി ആയില്ലെങ്കിലൊക്കെ ഭയങ്കര സീനാത്. നമുക്ക് മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്നതാ. ഞാൻ അതിനൊന്നും പറയില്ല, അതെനിക്ക് ആ ടൈം എനിക്ക് മനസ്സിലായില്ല. അതിപ്പം നമ്മള് തമ്മിൽ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് വരാണെങ്കിൽ നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഓനെ കൺവിൻസ് ചെയ്യുന്ന ഭയങ്കര പാടാ. മീൻസ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഇവിടെ ആയിരിക്കൂല, അതറിയാം. ലൈക്ക് ആ ഒരു സമയത്ത് നമ്മളും ഹൈ ആയിരിക്കും, ഒരു ഹൈ ആയിരിക്കും. അപ്പം ഇവരെ എനിക്ക് ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം ദേഷ്യം പിടിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞൊന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കി. രണ്ടാളും അങ്ങനെ തന്നെ. ടോപ്പ് ദേഷ്യം കേൾക്കും, ടോപ്പ് കച്ചറ കേൾക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ റെഡി ആയി. റെഡിയാവും.